ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ റമദാനാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എല്ലാം കൂടി കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഞാൻ അരി കഴുകിയിടുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെയാണ് കേട്ടോ പറയണത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അന്ന് അരി കഴുകിയതൊക്കെ ഇതാ പൊടിച്ച് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ആക്കി വെക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും കളയാനുണ്ട് കേട്ടോ, അതിന് സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മളിങ്ങനെ കുറേ വെളുത്തുള്ളിയൊക്കെ നന്നാക്കുമ്പോൾ വിരലിന് തുമ്പുമ്പോൾ ഇങ്ങനെ ഒരു ഇരിച്ചിലിങ്ങനെ വരുമല്ലോ, അത് വന്നപ്പോൾ പിന്നെ ഞാൻ നിർത്തിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിൽ തന്നെ ഇട്ട് പിന്നെ ഇഞ്ചിയാണ് ഇട്ട് ഞാൻ വേഗം തൊലി കളഞ്ഞെടുക്കണത്. അപ്പോഴേക്കും പിന്നെ കുട്ടികളൊക്കെ വന്ന് ഞങ്ങളും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവരും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇനിയും കുറച്ചധികം ഉണ്ടാക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തൊലി കളഞ്ഞെടുക്കുന്ന പാടം കൊണ്ടാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ളത് അങ്ങനെ അവിടെ വെച്ചത്. എന്നാലും ഇത് നമുക്ക് കുറേ ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചിയും കൂടിയിട്ട് അത്രയ്ക്ക് നമ്മൾ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ചധികം തന്നെ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കിടന്നിങ്ങനെ പിഴയേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്ന ആ സമയമൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമല്ലോ. അപ്പോൾ റമദാൻ മാസം നമ്മൾ അടുക്കളയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് മാത്രം സമയം കളയാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കും കൂടി ഖുർആൻ ഓതാനും പിന്നെ ഇബാദത്ത് ചെയ്യാനൊക്കെ ഉള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുക്കള പണിയും ഈസി ആവട്ടെ. പിന്നെ ഭയങ്കര ചൂടാണല്ലോ, ആ ചൂട് സമയത്ത് കുറേ സമയം നമ്മൾ അടുക്കളയിൽ നിൽക്കണ്ട. പിന്നെ നോമ്പ് നോക്കിയിട്ട് വയ്യായിക ചില സമയത്ത് നമുക്ക് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പിന്നെ ഒന്നിനും വയ്ക്കില്ല, ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് കുറച്ചൊരു സമാധാനമാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇനിയിപ്പോൾ സമയമില്ലല്ലോ, ഇപ്പോൾ നാളെ നോമ്പായില്ലേ. ഞാൻ വീഡിയോ ഇടാൻ നേരം വൈകിയതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് എപ്പോൾ അപ്ലോഡായി ഇടുന്നൊന്നൊക്കെ അറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ഇന്ന് തന്നെ ഇത് ഇടും, കാരണം നാളെ നോമ്പായല്ലോ. അപ്പോൾ മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ഉണ്ടല്ലോ, അത് പഴയ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കണതിൻ്റെ ഒപ്പം അതും അങ്ങനെ ഡിലീറ്റായി പോയതാണ് കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പാത്രത്തിലാക്കി എടുത്ത് വെക്കണതൊക്കെ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അതെടുത്തത് ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയതാണ്. അല്ലേ ഇപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ തീർത്തായിരുന്നു. പഴയ വീഡിയോസുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കണതിൻ്റെ ഒപ്പം ഇതും ഞാൻ ഡിലീറ്റാക്കി, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് തോലി കളഞ്ഞിട്ട് അതൊക്കെ തോലിയല്ല കേട്ടോ, തൊലി കളഞ്ഞെടുത്തിട്ട് വേഗം ഒന്ന് കഴുകിയിട്ട് അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ വേറെ ഒന്നും ചേർക്കണമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഒരു കേടുമില്ലാതെ തന്നെ കുറേ ദിവസം ഇരിക്കും. പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ കുറേ ദിവസം തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു പാത്രത്തിന് നിറച്ച് ഞാൻ അരച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമൊക്കെ ഓടാറുണ്ട് ഞങ്ങൾക്ക്. പിന്നെ വെളുത്തുള്ളിക്കൊക്കെ നല്ല വില കൂടിയൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഇഞ്ചിയുടെ അളവ് കൂട്ടിയിട്ട് വെളുത്തുള്ളി കുറച്ചിട്ടൊക്കെ അങ്ങനെ അരച്ച് വെക്കാറുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ജീരകമൊക്കെ ഞാൻ ഇട്ടിട്ടാണ് അരക്കാറ്. അതൊക്കെ ഇട്ടിട്ട് തന്നെ അരച്ചുള്ളത്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്ത് വെക്കാനുള്ളത് കുറച്ച് തേങ്ങ ഒന്ന് ചിരകിയെടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് വലിയ മടിയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നോമ്പില്ലാതെ തന്നെ ഇഷ്ടമല്ല തേങ്ങ ചിരകാനെന്ന് വെച്ചാൽ തേങ്ങ ചിരകാറുണ്ട്. ഇപ്പോൾ അടുത്ത് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ അങ്ങനെ അടർത്തി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ആക്കണത്. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, എളുപ്പം അങ്ങനെ തോന്നി. പിന്നെ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് അടന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആവിയിലിട്ടിട്ടൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും. ഇതിപ്പോൾ ഞാനിങ്ങനെ അടത്തിയെടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വെള്ളം ഇത്തിരി വറ്റിയെടുക്കണം കേട്ടോ. തേങ്ങയിൽ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കൊപ്ര പോലെയൊക്കെ ആയിട്ടുണ്ട് ചിലതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനെനിക്ക് പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടണമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വേഗം ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ തീരെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്റ്റീമറിലിട്ടിട്ട് ഒന്ന് എടുത്താൽ മതി, അപ്പോൾ നമുക്കൊന്ന് കിട്ടും.
അപ്പോൾ ഇതാ നമ്മളൊക്കെ നടത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മേലുള്ള അടിയിലുള്ള ഈ ഒരു സംഭവമില്ലേ ബ്രൗൺ കളറ്, അത് വേണമെങ്കിൽ നമുക്ക് കളയാട്ടോ. ഞാൻ കുറച്ചൊക്കെ കളഞ്ഞ്, പിന്നെ നമുക്ക് സമയം ഇങ്ങനെ പോകല്ലേ വെച്ചിട്ട് പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടാ. അത് അരച്ചെടുക്കല്ല, ഒന്നിങ്ങോട്ട് നമ്മൾ തേങ്ങ ചിരകിയ പോലെ ആക്കി എടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ ആക്കിയെടുത്തുള്ളത്. നമ്മൾ തേങ്ങയുടെ അടിഭാഗത്തുള്ള ആ ഒരു ബ്രൗൺ കളർ കളയുകയാണെങ്കിൽ നമുക്ക് നല്ല വെള്ള കളറിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോഴേക്ക് കളയാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയെടുത്തത്. എന്നാലും കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതിനൊരു പാത്രം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് ഉണ്ടാവും ഇതിൽ. നമ്മളിപ്പോൾ എന്നും തേങ്ങ അരക്കണമൊന്നുമില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഒന്ന് തേങ്ങ അരക്കുമ്പോഴൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. ഇനി നമ്മളിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് ചില്ലി ഫ്ലെക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഒരു 12 മണിയൊക്കെ ആയി എടുക്കണം. ആ ഒരു സമയത്ത് തന്നെ മുളകൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെച്ചിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചിട്ട് വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങി കിട്ടിയപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഉപ്പേരിക്ക് വേണമെങ്കിൽ എടുക്കുക. പിന്നെ നമ്മൾ ഈ ചിക്കൻ ചുക്ക അങ്ങനെയൊക്കെ ചിക്കനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് വെതറി കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിനായിട്ടൊക്കെ എടുക്കാം കേട്ടോ. എളുപ്പമാണ്, ഇങ്ങനെ എപ്പോഴൊന്നും ചെയ്ത് വെക്കാറ്. ഇപ്പോൾ ഇത് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ മുളകുള്ള കാരണം ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ പൊടിച്ചെടുക്കണ പണിയൊക്കെ അതൊന്നും നമുക്ക് പറഞ്ഞുള്ളതല്ല കേട്ടോ. തുമ്മിയിട്ടും ഇതാക്കിയിട്ടൊക്കെ കുറേ, പിന്നെ മൂക്കും വായൊക്കെ നന്നായിട്ട് അടച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ പച്ചരിയൊക്കെ പൊടിച്ചിട്ട് അതൊക്കെ പാത്രത്തിലാക്കുമ്പോൾ ആ പൊടി ഒന്നാകെ അങ്ങോട്ട് പാറി വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അലർജി ഉള്ളതുകൊണ്ടാണ്. അലർജി ഇല്ലാത്തവർക്കും അതെ, നമ്മൾ ഈ മുളകൊക്കെ പൊടിച്ചിട്ട് എന്തായാലും അതിൻ്റെ മണമൊക്കെ മൂക്കിൽ കയറി എല്ലാവരും തുമ്മും. ഏത് അലർജി ഇല്ലാത്തവരും തുമ്മും. പക്ഷേ ഒരു പ്രത്യേക എരിച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂക്കൊക്കെ നന്നായിട്ട് കെട്ടിയിട്ടാണ് കേട്ടോ ഈ പണികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുത്തതിൽ ബാക്കി ഒരെണ്ണം അറിയാതെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുത്തതിലും ഒരു 2-3 എണ്ണം അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അതിലിട്ടിട്ട് ഒന്നുകൂടിയും പൊടിച്ചെടുത്തപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ച് ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പു, പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് നമുക്ക് പൊടിയായിട്ട് കിട്ടുമല്ലോ കടയിൽ നിന്ന്. അങ്ങനെ ഒരു പാക്കറ്റ് പൊടി വാങ്ങിച്ചതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികമൊന്നും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് വറക്കണതിനൊപ്പം തന്നെ അതിൽ പെരിഞ്ചീരകം, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പൊടി ഇരിക്കണോണ്ട് തന്നെ ഞാൻ വല്ലാതെ അധികമൊന്നും ഉണ്ടാക്കിയില്ല, കുറച്ച് ഞാൻ എടുത്തോളൂ കേട്ടോ. പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേശ്ശെ എടുത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് ചൂടാക്കിയിട്ടുള്ളൂ. അത് നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഇടയിലൊന്ന് ചെറുതായിട്ട് വെതറി കൊടുക്കാൻ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ആവശ്യമുള്ളൂ. കറിക്കൊക്കെ പിന്നെ മറ്റേന്ന് എടുക്കും. പിന്നെ നമ്മളന്ന് ഇരുമ്പമ്പുളി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനി ഒന്ന് അച്ചാറും കൂടി ഇടാനുണ്ട് കേട്ടോ. അച്ചാർ ഇടുന്നതൊന്നും ഞാനിതിൽ ഇടണില്ല, ആ വീഡിയോ ഒന്നും ഇടുന്നില്ല. അത് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ നോമ്പിനുള്ള എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.